ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്ന് അവസ്ഥകൾ സംഘർഷഭരിതമായിരുന്നു എന്ന് മാത്രമല്ല വളരെ വലിയൊരു വഴക്ക് തന്നെയാണ് ഹൗസിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴക്കിന്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷിനും ജിസയിലും ഇന്ന് പട്ടിണി സമരത്തിലാണ്. അവര് ഫുഡ് കഴിക്കുന്നില്ല. രണ്ടുപേരും വെജിറ്റേറിയൻ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ജിഷിൻ അനുമോളുടെ അടുത്ത് പറയുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയോളാം, വെജ് കഴിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയോളാം, മീൻകറി ഉണ്ടാക്കിയ കൈ വെച്ച് എനിക്കും ജിസേലിനും വേണ്ടിയുള്ള വെജ് ആഹാരം ഉണ്ടാക്കരുത് എന്നാണ് ജിഷിൻ പറയുന്നത് കേട്ടോ. അത് അനുമോള് ചെറുപയറോ അങ്ങനെ എന്തോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഉണ്ടാക്കാനായിട്ട് സമ്മതിച്ചില്ല. ജിഷിൻ അനുമോളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ ചൊല്ലി ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അക്ബറും ഒനിയിലും കൂടി ജിസേലിന്റെ അടുത്ത് കുറച്ചു മുമ്പ് ലൈവിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എന്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനീഷിനെ പല കാര്യത്തിലും ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ എന്തുകൊണ്ടാണ് അനീഷിനെ പല കാര്യത്തിലും ഒറ്റപ്പെടുത്തുന്നത്, അയാൾക്ക് വലിയ 2 കൊമ്പുണ്ട് എന്ന് അയാൾ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്ബറും ടീമും സമ്മതിക്കുന്നുണ്ട് കേട്ടോ, അനീഷിനെ പല കാര്യത്തിലും ഒറ്റപ്പെടുത്താറുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇങ്ങനൊരു കാര്യം അക്ബറിന്റെ വായിന്ന് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒറ്റപ്പെടുത്താറുണ്ട്, നമ്മൾ അനീഷിനെ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം അക്ബർ പറയുന്നത് തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒറ്റപ്പെടുത്താറുണ്ടെന്ന് സമ്മതിക്കുന്നു. പിന്നെ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലാണ് പറയുന്നത്. അനീഷിന് എല്ലാ കാര്യത്തിലും മുകളിൽ നിൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അനീഷിനുണ്ട്. അത് ഇൻബിൽട്ട് ആയിട്ട് കിട്ടിയതായിരിക്കാം. ചെറുപ്പം പോലെ അനീഷ് വളർന്നു വന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഒരാൾക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എല്ലാ കാര്യത്തിലും ചാടി നിൽക്കുന്നത് ഒരു രീതിയിലും അവിടെ ഹൗസ് മേറ്റ്സിന് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. അനീഷിന്റെ ആ ഒരു ക്യാരക്ടർ കാരണം വളരെ നല്ല കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ കോണ്ടന്റുകളാണെങ്കിലും അത് കാരണം പല രീതിയിലുള്ള കോണ്ടന്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അക്ബർ ഈ പറഞ്ഞത് എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം അക്ബറിന്റെ ഗെയിം അവിടെ പൊളിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നമ്മൾ പല കാര്യത്തിലും അനീഷിനെ ഒറ്റപ്പെടുത്താറുള്ളത് ഇതുകൊണ്ടാണ് എന്ന്.